ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1, 3, 10, 12, 19, 21, 28, 30 ഈ നമ്പേഴ്സുമായി നിങ്ങൾക്ക് അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ജാനുവരി ഈ ഒരു മാസവുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതായിരിക്കാം, നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. അങ്ങനെ ലെറ്റ്സ് മീറ്റ്, തമ്മിൽ കാണാം, നേരിൽ കാണാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. നീ കണ്ടതും അറിഞ്ഞതും ഒന്നും സത്യമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാനോ മറ്റോ ആയിരിക്കും നേരിലൊന്ന് കാണാം എന്ന് അവർ പറയുന്നത്. നേരിൽ കണ്ട് എല്ലാം പറയാം, യഥാർത്ഥ കാര്യം പറയാം എന്നൊക്കെയായിരിക്കും അവരുദ്ദേശിക്കുന്നത്. DMV ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്ക് അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവർ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. സോറി. ഗവൺമെന്റ് എംപ്ലോയി, നിങ്ങളോ അവരോ ഗവൺമെന്റ് ആ ഒരു മേഖലയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കാം നിങ്ങൾ. തീരുമാനം നിന്റേതാണ്. ലെറ്റ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞു. എന്തോ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിൽ വന്നു പെട്ടിട്ടുണ്ട്. അത് നേരിൽ കണ്ട് പറയാം, ഒത്തുതീർപ്പാക്കാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ബന്ധപ്പെട്ടായിരിക്കണം ഇവർ ഇത് പറയുന്നത്. തീരുമാനം നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വിട്ടു നൽകിയേക്കാണ് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. നവംബർ ഈ ഒരു മാസവുമായി നിങ്ങൾക്ക് അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. എനിക്കിപ്പോൾ നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഓക്കെ, പക്ഷേ അവരുടെ സാഹചര്യം അത്ര നല്ലതല്ല, ശരിയല്ല. അപ്പം അതുകൊണ്ട് അവര് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് അവരുടെ സ്നേഹം, ശരിയായ സ്നേഹം, യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനായിട്ട് പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അവർ എന്നാണ് പറയുന്നത്. ഡിസ്റ്റർബൻസ് ഉണ്ട്, സോറി. പോളിടെക്നിക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ മാനേജ്മെന്റ്, അക്കൗണ്ടിങ് ഫീൽഡ്, ഈ ഒരു ഫീൽഡിലായിരിക്കാം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. എനിക്ക് നിന്നോടുള്ള വികാരത്തെ എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്നറിയില്ല എന്നാണ് പറയുന്നത്.